ഇന്ത്യയിലെ സർക്കാർ ഭരണനിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്ന 2005-ലെ ഒരു സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം 2005. 2005 ജൂൺ 15-ന് പാർലമെന്റ് പാസാക്കിയ ഈ നിയമം 2005 ഒക്ടോബർ 12-നാണ് പ്രാബല്യത്തിൽ വന്നത്. വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കമ്മീഷനുകളെ നിയമിക്കണമെന്നും ഏതൊരു ഭാരതീയ പൗരനും വിലക്കപ്പെട്ട ചുരുക്കം ചില വിവരങ്ങളൊഴിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ സർക്കാർ സഹായം പറ്റുന്ന മറ്റു സ്ഥാപനങ്ങളുടെയോ കൈവശമുള്ള ഏതൊരു രേഖയും നിശ്ചിത തുകയടച്ച് അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണമെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. നിയമവിഘാതകർക്ക് കടുത്ത പിഴശിക്ഷകളാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. വിവരാവകാശത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്നത് 2002-ലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ്. ഒരു സംസ്ഥാനത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്നത് 1997-ൽ തമിഴ്നാട്ടിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ ആണ് വിവരാവകാശ കമ്മീഷൻ വരാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന. പൊതുതാൽപര്യങ്ങൾക്ക് ഹാനികരമാവാതെ ഭരണകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനും രഹസ്യകാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിമിതമായ പൊതുസമ്പത്ത് യുക്തമായി ഉപയോഗിച്ച് ഒരു സംവിധാനം ഏർപ്പെടുത്തുക, ഭരണകാര്യങ്ങളിൽ സുതാര്യതയും സർക്കാർ ഉത്തരവാദിത്വവും പ്രോത്സാഹിപ്പിച്ച് അഴിമതി നിയന്ത്രിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഭാരതത്തിൽ എല്ലായിടത്തും ഈ നിയമം ബാധകമാണ്. എല്ലാ സർക്കാർ വകുപ്പുകളും പൊതുസ്ഥാപനങ്ങളും ഈ നിയമപരിധിയിൽപ്പെടും. എന്നാൽ കേന്ദ്ര രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാപനങ്ങളെ ഈ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. വിവരാവകാശവും പൊതുസ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും. പൊതുസ്ഥാപനങ്ങൾ എല്ലാ രേഖകളും സൂചികയുണ്ടാക്കി സൂക്ഷിക്കണം. യുക്തമായവ സൗകര്യങ്ങളുടെ ലഭ്യതയനുസരിച്ച് എത്രയും വേഗം കമ്പ്യൂട്ടർവൽക്കരിക്കണം. സ്ഥാപനത്തിൻ്റെ ചുമതലകൾ, ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ, നയകാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, ശമ്പള വിവരങ്ങൾ, ബജറ്റ് വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വമേധയാ പ്രസിദ്ധീകരിക്കണം. പൊതുജനത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നയകാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനുള്ള കാരണം അത് ബാധിക്കുന്ന ആളെ അറിയിക്കണം. സ്ഥാപനത്തിൻ്റെ എല്ലാ ഓഫീസുകളിലും പൊതുവിവരാധികാരികളെ നിയമിക്കണം. അവർ വിവരാർത്ഥിക്ക് ആവശ്യമായ സഹായം നൽകണം. പൊതുവിവരാധികാരികൾ ആവശ്യപ്പെട്ടാൽ ഏതൊരു ഉദ്യോഗസ്ഥനും സഹായം നൽകണം. വിവരാവകാശ നിയമത്തിൻ്റെ അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വിവരാവകാശ കമ്മീഷൻ. കേന്ദ്രതലത്തിലും സംസ്ഥാനങ്ങളിലും വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ചെയർമാൻ അടക്കം 11 അംഗങ്ങളാണ് വിവരാവകാശ കമ്മീഷനിൽ ഉള്ളത്. 6 വർഷമാണ് ഇതിൻ്റെ കാലാവധി. വിവരാവകാശ കമ്മീഷൻ ഒരു അപേക്ഷ കൊടുത്താൽ മറുപടി കിട്ടിയില്ലെങ്കിൽ 250 മുതൽ 25,000 രൂപ വരെ പെനാൽറ്റി കൊടുക്കണം. ഇൻഫോർമേഷൻ ഓഫീസർ 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. ഇൻഫോർമേഷൻ അസിസ്റ്റൻ്റ് 35 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. ഈ നിയമമനുസരിച്ച് ഏതൊരാളിൽ നിന്നും പരാതികൾ സ്വീകരിക്കാനും പരാതി അന്വേഷിക്കാനും തെളിവെടുപ്പിന് ഒരാളെ വിളിച്ചു വരുത്താനും സത്യവാക്കായി തെളിവുകൾ സ്വീകരിക്കാനും രേഖകൾ കണ്ടെത്താനും അവ പരിശോധിക്കാനും സർക്കാർ നിശ്ചയിക്കുന്ന മറ്റേതൊരു നടപടിയും സ്വീകരിക്കാനും കമ്മീഷന് അധികാരമുണ്ട്. കൂടാതെ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ നിർമ്മിച്ച ഏതൊരു നിയമത്തിലും എന്തുതന്നെ ആയിരുന്നാലും യാതൊരു കാരണവശാലും ഒരു രേഖയും കമ്മീഷനോട് നിരസിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയോ ഐക്യത്തെയോ സുരക്ഷയോ ശാസ്ത്ര സാമ്പത്തിക തന്ത്രപരമായ താൽപ്പര്യങ്ങളെയോ ഇതര രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയോ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ, നിയമപരമായി ഒരു കുറ്റമായി തീരാൻ പ്രേരകമാകുന്ന കാര്യങ്ങൾ, കോടതികളോ ട്രിബ്യൂണലുകളോ പ്രസിദ്ധീകരിക്കരുതെന്ന് വിലക്കിയിട്ടുള്ള അല്ലെങ്കിൽ കോടതി അലക്ഷ്യമാവുന്ന വിവരങ്ങൾ, കേന്ദ്ര സംസ്ഥാന നിയമസഭകളുടെ വിശേഷാവകാശങ്ങളെ ബാധിക്കുന്നവ വെളിപ്പെടുത്തപ്പെട്ടാൽ ഒരു മൂന്നാം കക്ഷിയുടെ മത്സരശേഷിയെ ഹനിക്കുന്ന വാണിജ്യ രഹസ്യങ്ങളും ബൗദ്ധിക സ്വത്തും പൊതുതാൽപര്യങ്ങൾക്കായി വെളിപ്പെടുത്തേണ്ടതാണെന്ന് അധികാരികൾക്ക് ബോധ്യമില്ലാത്തതും ഫിഡ്യൂഷ്യറി ബന്ധങ്ങളിൽ നിന്ന് ലഭിച്ച അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഫിഡ്യൂഷ്യറി എന്നാൽ മറ്റൊരാൾക്കായി അയാളുടെ സ്വത്തോ അധികാരമോ നിയമപരമായി കൈവശം വയ്ക്കുന്നയാൾ എന്നാണ് അർത്ഥമാക്കുന്നത്. വിദേശ സർക്കാരുകളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ ഒരാളുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടപ്പെടുത്തുന്നതും വിവരത്തിൻ്റെ പ്രഭവം വെളിപ്പെടുത്തുന്നതും നിയമപാലനത്തിനോ സുരക്ഷയ്ക്കോ ആയി നൽകുന്നതുമായ രഹസ്യ വിവരങ്ങൾ. കുറ്റവാളികൾക്കെതിരെയുള്ള അന്വേഷണ പ്രക്രിയയോ അറസ്റ്റിനെയോ കുറ്റവിചാരണയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. പൊതുതാൽപര്യങ്ങളുമായി ബന്ധമില്ലാത്തതും
ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അനാവശ്യ ഇടപെടലുകൾ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ, പകർപ്പവകാശം ലംഘിച്ചേക്കാവുന്ന വിവരങ്ങൾ, വിലക്കപ്പെട്ട വിവരങ്ങളിൽ നിന്ന് വേർപെടുത്താവുന്ന വിവരാംശങ്ങൾ എന്നിവ വിലക്കപ്പെട്ട വിവരങ്ങളാണ്. ഇൻ്റലിജൻസ് ബ്യൂറോ, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കേന്ദ്ര സാമ്പത്തിക ഇൻ്റലിജൻസ് ബ്യൂറോ, വ്യോമയാന ഗവേഷണ കേന്ദ്രം, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, അതിർത്തി രക്ഷാസേന, കേന്ദ്ര റിസർവ് പോലീസ് സേന, ഇന്തോ ടിബറ്റൻ അതിർത്തി സേന, കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന, ദേശീയ സുരക്ഷാ ഗാർഡ്, അസം റൈഫിൾസ്, സശസ്ത്ര സീമാ ബൽ, സ്പെഷ്യൽ ബ്രാഞ്ച്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ക്രൈം ബ്രാഞ്ച് CID, CB ദാദ്ര ആൻഡ് നാഗർ ഹവേലി, സ്പെഷ്യൽ ബ്രാഞ്ച് ലക്ഷദ്വീപ് പോലീസ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ഒരു വിവരാധികാരി അപേക്ഷകൾ സ്വീകരിക്കാതിരിക്കുകയോ നിശ്ചിത സമയത്തിനുള്ളിൽ വിവരം നൽകാതിരിക്കുകയോ മനഃപൂർവ്വം വിവരം നിരസിക്കുകയോ അറിഞ്ഞുകൊണ്ടും തെറ്റായതോ അപൂർണമായതോ ആയ വിവരം നൽകുകയോ വിവരങ്ങൾ നശിപ്പിക്കുകയോ വിവരം നൽകുന്നത് തടസ്സപ്പെടുകയോ ചെയ്താൽ പ്രതിദിനം 250 രൂപ നിരക്കിൽ പരമാവധി 25,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കും. കൂടാതെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയും ഉണ്ടായേക്കാം. ശിക്ഷാധികാരം കമ്മീഷനാണ്. വിവരാധികാരി വിവരം നൽകുന്നതിന് ആവശ്യപ്പെട്ട മറ്റേതൊരു ഉദ്യോഗസ്ഥനും ഇവ ബാധകമാണ്.